ഈ ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തെ നമുക്ക് 5 ഖണ്ഡങ്ങളായി തിരിക്കാം. അത് ആദ്യത്തേത് ജ്ഞാനസമ്പാദനത്തിൻ്റെ ഒരു വലിയ യാത്രയുടെ ഖണ്ഡമാണ്. അക്ഷരം പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വഴി നടക്കാൻ ഉണ്ടാകാതിരുന്ന പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൽ നിന്ന് അക്ഷരങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ലോകത്തേക്ക് ഉള്ള അംബേദ്കറുടെ ഒരു വലിയ യാത്ര, ജ്ഞാനപീഠത്തിലേക്കുള്ള അംബേദ്കറുടെ ഒരു വലിയ കഠിന പരിശ്രമം, അത് ആണ് അംബേദ്കറുടെ ജീവിതത്തിലെ ആദ്യ ഖണ്ഡം. ഏതാണ്ട് എല്ലാവരും ഓർക്കുന്നതും എല്ലാവരും അറിയുന്നതും ഏറെ പ്രസക്തവുമാണ്, ഏറെ അറിയപ്പെടുന്ന ഒരു ജീവിതഖണ്ഡമാണത്. അത് നമ്മൾ എല്ലാ കാലത്തും എല്ലാ കുട്ടികളും പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, മലയാളികൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ജീവിതഖണ്ഡം എന്നാരംഭിക്കുന്നത് അംബേദ്കർ പഠനം കഴിഞ്ഞ് വന്ന് തിരിച്ച് ഇന്ത്യയിലെത്തി തൻ്റെ സമൂഹത്തിലെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയുള്ള വലിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കാലമാണ്. അത് അംബേദ്കറിലെ സമരവീര്യമുള്ള ഇന്ത്യക്കാരൻ, ഒരു പൗരാവകാശ നേതാവ്, സാമൂഹ്യ പരിഷ്കർത്താവ്, രാഷ്ട്രീയ വിദ്യാർത്ഥി, ചിന്തകൻ എന്നീ നിലകളിൽ അംബേദ്കറുടെ പോരാട്ടവീര്യം കാണുന്ന യൗവനത്തിൻ്റെതായ ആ ജീവിതഖണ്ഡമാണ്. മൂന്നാമത് എന്ന് പറയുന്നത് അംബേദ്കറുടെ ഭരണതന്ത്രജ്ഞൻ എന്ന നിലയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ ലേബർ മന്ത്രി, സ്വതന്ത്ര ഭാരതത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഭരണാധികാരിയായിട്ടുള്ള അംബേദ്കറുടെ ജീവിതകാലമാണ്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇന്ത്യ രാജ്യത്തിലെ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അംബേദ്കറുടെ ജീവിതമാണ്. നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതഖണ്ഡം ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപപ്പെടുത്തലും അത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ അന്തിമ രൂപം കൊടുത്തുകൊണ്ട് അംഗീകരിക്കുന്ന കാലം വരെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കറുടെ പ്രധാനപ്പെട്ട കർത്തവ്യമായി അത് പാസ്സാക്കിയെടുക്കുന്നതും അത് അവതരിപ്പിക്കുന്നതും ആ കാലഘട്ടത്തെയാണ് നമ്മൾ അതിൻ്റെ അംബേദ്കറുടെ മറ്റൊരു നാലാമത്തെ ജീവിതഖണ്ഡമായി കാണാൻ ഉദ്ദേശിക്കുന്നത്. അവസാനത്തേതായിട്ട് അംബേദ്കറുടെ ജീവിതത്തെ നമുക്ക് അംബേദ്കറുടെ ബുദ്ധജീവിതം, ബുദ്ധപ്രചാരകനെന്നും ചിന്തകനെന്നും നിലയിലുള്ള അംബേദ്കറുടെ ജീവിതമായി നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 5 ഖണ്ഡങ്ങളായി അംബേദ്കറുടെ ജീവിതത്തെ വിഭജിച്ചുകൊണ്ട് ഈ 5 ഖണ്ഡങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതും പരസ്പരം പൂരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതഖണ്ഡങ്ങൾ തന്നെയാണ്, ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. ഈ 5 ഖണ്ഡങ്ങളിലൂടെ നമുക്ക് അംബേദ്കറുടെ ജീവിതത്തിലോട്ടുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയും അംബേദ്കറുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്.